എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. സ്നേഹവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ഓണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിവിടെ പാൽപ്പായസമാണ് തയ്യാറാക്കുന്നത്. 1/2 കപ്പ് ഉണക്കലരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഉണക്കലരി ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. 1 ലിറ്റർ പാലാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് പാല് തിളപ്പിച്ചെടുക്കുന്നത്. പാലിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഏറ്റവും കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ 30 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 മണിക്കൂറിന് ശേഷമാണ് ഈ പ്രഷർ കുക്കർ ഞാൻ തുറക്കുന്നത്. ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഈ കാഷ്യൂ നട്ട്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം പ്രഷർ കുക്കർ ഞാൻ തുറന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്